ദില്ലിയിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ ബി.ജെ.പി ശ്രമിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി. ബി.ജെ.പിയിൽ ചേർന്നില്ല എങ്കിൽ ഒരു മാസത്തിനകം ഇ.ഡി അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് മന്ത്രി അതിഷി മർലേന വെളിപ്പെടുത്തി. കേജ്രിവാളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരായ അതിഷി മർലേനയെയും സൗരഭ് ഭരദ്വാജിനെയും ഇ.ഡി ഉടൻ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള അരവിന്ദ് കേജ്രിവാളിന്റെ ഹർജിയിൽ ഇ.ഡി ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ മറുപടി നൽകും. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി.ജെ.പി പല വഴികളിലൂടെ ശ്രമിക്കുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ബി.ജെ.പിയിൽ ചേരാൻ കോടികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടെന്ന എ.പി എം.എൽ.എ ഋതുരാജ് ജായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ബി.ജെ.പി തന്നെയും സമീപിച്ചതായി മന്ത്രി അതിഷി മർലേന അവകാശപ്പെട്ടത്. भारतीय जनता पार्टी ने मेरे एक बहुत करीबी व्यक्ति के माध्यम से मुझे भारतीय जनता पार्टी ज्वाइन करने के लिए अप्रोच किया. അടുത്ത സുഹൃത്ത് വഴിയാണ് ബി.ജെ.പി ബന്ധപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 4 നേതാക്കളെ കൂടി അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. രാഷ്ട്രപതി ഭരണത്തിലൂടെ പിൻവാതിൽ ഭരണത്തിനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും അതിഷി പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾ നുണയെന്നായിരുന്നു ബി.ജെ.പിയുടെ മറുപടി. കെജ്രിവാൾ തിഹാർ ജയിലിലായതോടെ ഭരണസ്തംഭനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടണമെന്ന ആവശ്യം ബി.ജെ.പി ശക്തമാക്കും. അതേസമയം കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അതിഷിക്കും സൗരഭ് ഭരദ്വാജിനും ഇ.ഡി വൈകാതെ സമൻസ് അയക്കുമെന്നാണ് വിവരം. പ്രധാന പ്രതിയായ വിജയ് നായർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൗരഭ് ഭരദ്വാജ്, അതിഷി എന്നിവരോടാണെന്ന് കെജ്രിവാൾ മൊഴി നൽകിയെന്നാണ് ഇ.ഡി വ്യക്തമാക്കുന്നത്. ഇ.ഡി കസ്റ്റഡി അവസാനിച്ചതോടെ ദില്ലി മദ്യനയ അഴിമതി അന്വേഷണത്തിന് തുടക്കമിട്ട CBI കെജ്രിവാളിനെ വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങും. റിപ്പോർട്ടർ, ദില്ലി.